നമസ്കാരം. ദ വ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വ്യൂവിൽ നമ്മളോടൊപ്പമുള്ളത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. കണ്ണൂർ ജില്ലയിലെ കക്കാട് ജനനം, തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തനം. 3 വയസ്സുള്ളപ്പോൾ പാർട്ടി വേദിയിൽ ആദ്യമായി കയറി AKGക്ക് മാലയിട്ട് പാർട്ടി പ്രവർത്തനം തുടങ്ങുന്നു. 12ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. കടുത്ത ദാരിദ്ര്യത്തിനിടയിലും പഠനം തുടരാൻ ബീഡി തെറുപ്പ് തുടങ്ങുന്നു. 15ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി മാറുന്നു. ഇപ്പോൾ 65ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായി മാറിയിരിക്കുന്നു. നമസ്കാരം. വ്യൂവിലേക്ക് നമസ്കാരം. ശ്രീ CK ചന്ദ്രപ്പൻ അന്തരിച്ച ഒഴിവിലാണ് ഇപ്പോൾ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ CPI എന്നുള്ള പാർട്ടിക്ക് പ്രത്യേകമായ ഒരു മുഖം നൽകാൻ ശ്രമിച്ച നേതാവായിരുന്നു സഖാവ് ചന്ദ്രപ്പൻ. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹം സജീവമായി പാർട്ടി പ്രവർത്തനത്തിലും പാർട്ടി അംഗങ്ങളുടെ ആത്മാഭിമാനത്തിനും വേണ്ടി പ്രയത്നിച്ച ആളാണ്. എങ്ങനെ കാണുന്നു ആ പ്രവർത്തനത്തെ? ചന്ദ്രപ്പൻ്റെ സ്ഥാനത്താണ് ഞാനിരിക്കുന്നത്. പക്ഷേ ചന്ദ്രപ്പനും ഞാൻ തമ്മിലുള്ള റേഞ്ചിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചന്ദ്രപ്പൻ ഒരു വിപ്ലവ പാരമ്പര്യമുള്ള മണ്ണിൽ നിന്ന് വന്നയാളാണ്. ചന്ദ്രപ്പൻ്റെ പിതാവ് CK കുമാരപ്പണിക്കർ, പഴയകാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വയലാർ സ്റ്റാലിൻ എന്ന ആ പാരമ്പര്യവുമായി വന്ന് രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ വന്ന ചന്ദ്രപ്പൻ. ആ ചന്ദ്രപ്പൻ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയായ താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലെ CPIക്കാർക്ക് ഒരാത്മാഭിമാനം വളർത്തിയെടുത്ത ചന്ദ്രപ്പനാണ്. ആ ചന്ദ്രപ്പൻ്റെ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗബാധയുണ്ടായി. ക്യാൻസർ പിടിച്ച് നട്ടലിന് പിടിച്ച് അദ്ദേഹത്തിന് നടക്കാൻ വയ്യാതായി. അര മുതൽ തോള് വരെയുള്ള സ്ഥലങ്ങളിൽ ബെൽറ്റ് കൊണ്ടാണ് കുറുക്കിയിട്ട് അദ്ദേഹത്തിന് നടന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം. ഒന്ന്, രാഷ്ട്രീയമായി തനിക്ക് ശരിയെന്ന് തോന്നുന്ന നല്ലതിനു വേണ്ടിയുള്ള പോരാട്ടം. മറ്റൊന്ന്, തൻ്റെ ശരീരത്തെ ആക്രമിക്കുന്ന രോഗത്തിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിലാണ് അദ്ദേഹം അവസാനമായി പരാജയം സമ്മതിച്ച് തിരിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വഴിയിലൂടെ പോവുക എന്ന് പറയുന്നത് അത് അനിവാര്യമായൊരു കാര്യമാണ്. കാരണം ചന്ദ്രപ്പൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും നൽകിയ ഒരു പ്രവൃത്തിയിൽ കൂടിയുള്ളൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം പൂർത്തിയാക്കാനുള്ളൊരു ബാധ്യത എന്നിലുണ്ട്. എൻ്റെ കഴിവിനനുസരിച്ച് പാർട്ടി സഖാക്കളുടെയും പ്രവർത്തകന്മാരുടെയും എല്ലാം പിന്തുണയോടുകൂടി അത് പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൻ്റെ മനസ്സ്. പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ഘട്ടം മുതൽ ഒരു പരിധിവരെ പാർട്ടി സ്ഥാനമാനങ്ങൾക്കോ പാർലമെൻ്ററി സ്ഥാനമാനങ്ങൾക്കോ പിന്നിൽ പോകാത്ത ഒരാളാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എന്ന് ഒരുപക്ഷെ ചരിത്രം പറയും. AIFൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് തുടങ്ങി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു, ദേശീയ കമ്മിറ്റിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറിയത് ഒരു സമവായ സ്ഥാനാർത്ഥിയാണ് എന്ന് ഒരു പറച്ചിൽ ഒരു വ്യാപകമായുണ്ട്. സമവായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാൽ എനിക്ക് വലിയ പിടികിട്ടിയില്ല. കാരണം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ, നമ്മുടെ പാർട്ടിക്കൊരു വ്യത്യാസമുണ്ട്. മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ പാർട്ടി. പാർട്ടിയിലുള്ള ഓരോരുത്തർക്കും വ്യക്തമായ അഭിപ്രായമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത് സഖാവ് ചന്ദ്രപ്പൻ്റെ വേർപാടിന് ശേഷമാണ്. സാധാരണ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളെല്ലാം നിശ്ചയിക്കുന്നത് സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ വേർപാടിന് ശേഷം പിന്നെ ഒരു സെക്രട്ടറി ഇല്ല. ആ സെക്രട്ടറി ഇല്ലാതെ ശൂന്യത തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ പ്രവർത്തനം കുറച്ച് നീണ്ട്. നമ്മുടെ പാർട്ടി ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ഒരു സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് അവിടെ വെച്ചൊരു എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുക്കണം. ആ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഒരു സെക്രട്ടറിയുടെ പേര് വരുന്നത്. അപ്പോൾ കുറച്ച് ശ്രമകരമായ ഏർപ്പാടാണ്. ആ ഏർപ്പാടിൽ നമ്മുടെ സഖാക്കൾ പല അഭിപ്രായങ്ങളും പറഞ്ഞെന്നല്ലാതെ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഞാനതിൽ ഇല്ല, ചിത്രത്തിലില്ല. കാരണം ഞാൻ പാർട്ടിയുടെ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ ചിത്രത്തിലേ ഞാൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് പിന്നെ എൻ്റെ പേര്, എല്ലാവരും കൂടി എൻ്റെ പേര് പറയുന്നത്. കാരണം അവിടെ പേര് സ്പർശിക്കപ്പെട്ട സഖാക്കളെല്ലാം, നേതാക്കന്മാരല്ല. കാരണം സെൻട്രൽ എക്സിക്യൂട്ടീവിലുള്ള 3 പേരുടെ പേരുകൾ അവിടെ സ്പർശിക്കപ്പെട്ട്. ഒന്ന് കാനൻ രാജേന്ദ്രൻ, C ദിവാകരൻ, K ഇസ്മായിൽ. ആ 3 സഖാക്കളും കൂടി ഏകകണ്ഠമായി പറഞ്ഞു ഞങ്ങളില്ല, ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുന്നത്.
അതൊരു സമവായം എന്നുള്ളതല്ല, പാർട്ടിയുടെ പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഏകണ്ഠമായൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ ഒരു രണ്ട് വിഭാഗമുണ്ടോ? കാനം നേതൃത്വം നൽകുന്ന ഒരു വിഭാഗവും സി ദിവാകരൻ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും. അത് വെറും ധാരണ മാത്രം കേട്ടോ. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ വിഭാഗമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടിയാണ് എന്നെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയിലൊരു ഗ്രൂപ്പായിട്ട് ആർക്കും നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരുപാട് തിക്തബലം അനുഭവിച്ചു വന്ന പാർട്ടിയാണ്. 1964 പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായി. ഭിന്നിപ്പുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച പാർട്ടി നമ്മളാ കേരളത്തിലെ പാർട്ടി. കാരണം നമ്മൾ ഒരു വളരെ 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 ചെറിയ പാർട്ടി, അപ്പുറത്ത് വലിയ പാർട്ടി, നമ്മളിൽ അന്തരം വലുത്. മലബാർ CPM-ന്റെ ബി ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. അല്ല, അത് പിന്നെയാണ്. അത് ഞാൻ അവിടത്തേക്ക് വരാം. മലബാറിലാണെങ്കിലും നമ്മളും അവരും തമ്മിൽ നമ്മൾ വളരെ ചെറുത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഈ KSRTC ബസ് പിന്നെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ സ്റ്റോപ്പ് പോലെ നമ്മളൊരു ഗതി. നമുക്ക് എവിടെയാണ് ഉള്ളത്? കണ്ണൂർ വിട്ടാൽ തളിപ്പറമ്പ്, തളിപ്പറമ്പ് വിട്ടാൽ പയ്യന്നൂർ, പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ്. തീർന്ന് ആളില്ലാത്ത പാർട്ടിയായിരുന്നു. ആ പാർട്ടി ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഈ പാർട്ടി ഒരു സാന്നിധ്യമുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നത് പലയിടത്തും. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ നമ്മുടെ സഖാക്കൾ പഴയ കാലത്ത് കേട്ടതല്ലേ. എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ പാർട്ടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ചില വിദ്വാന്മാർ പറഞ്ഞത് ഒരു ഫിയറ്റ് കാറിൽ പോകേണ്ട ആളേ ഉള്ളൂ. ചിലർ പറഞ്ഞതിൻ്റെ ആളില്ല പാർട്ടി. പത്രങ്ങളിലൊക്കെ ചില വിദ്വാന്മാർ എഴുതുന്നതെന്ന് ഞാനവരൊന്നും കുറ്റം പറയുന്നില്ല, എഴുതിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് സഖാവ് ചന്ദ്രപ്പൻ മുന്നോട്ട് വന്നത്. ചന്ദ്രപ്പൻ പറഞ്ഞത്, നമ്മൾ സാധാരണ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ താങ്കൾക്കറിയാം, നമ്മൾ ജില്ലകൾ കേന്ദ്രീകരിച്ച ഒരു പ്രകടനം. ചന്ദ്രപ്പൻ പറഞ്ഞ അങ്ങനെ വേണ്ട, നമുക്കൊരു ജില്ല മതിയല്ലോ. കൊല്ലം ജില്ലയിൽ നമ്മുടെ സമ്മേളനം നടത്തുമ്പോൾ കൊല്ലം ജില്ലക്കാർ മതി, നമുക്ക് എത്രയുണ്ട് നോക്കാം. ആ വാശിയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ കൂടി ഉണ്ടായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിൽ നമ്മൾ പോയി നിരങ്ങി പിരിക്കുന്നതിന് പകരം പാർട്ടി മെമ്പർമാരെ കോൺട്രിബ്യൂഷൻ ആകട്ടെ. കൊല്ലം ജില്ലയിലെ 24,104 മെമ്പർമാർ നമുക്കുണ്ടായിരുന്നു. ആ 24,104 പാർട്ടി മെമ്പർമാരെയും വീടുകളിൽ ഒരു ഒണ്ടിയ ബോക്സ് കൊണ്ടുപോയി വെച്ച് ചില്ലറ തൊട്ടുകളിടാൻ. അറിയോ നിങ്ങൾ, 46 ലക്ഷം രൂപയാണ് നാണയ തൊട്ടുകളിട്ട് ഞങ്ങൾക്ക് തന്നത്. അതിന് പുറമെ 25 ലക്ഷം റുപ്യ സഖാവ് വേലപ്പൻ മരിച്ചപ്പോൾ വേലപ്പനെ കുടുംബത്തിന് കൊടുത്ത്, അതും പാർട്ടി സഖാക്കൾ കൊടുത്തതാണ്. അപ്പം പാർട്ടി സമ്മേളനം നടക്കേണ്ടത് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തുമ്പോൾ നമ്മൾ പിന്നെ സ്വന്തം ചെലവ് നിർവഹിക്കും പോലെയാണെന്നുള്ളൊരു ബോധത്തോടുകൂടി പ്രവർത്തിച്ച്. അതിനകത്തൊരു മാതൃകയുണ്ട്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ കാണിക്കേണ്ട ജീവിതത്തിലും പ്രവർത്തനത്തിലും എല്ലാം കാണിക്കേണ്ട എളിമ, അതിൻ്റെ മിതത്വം. അതവിടെ നിങ്ങൾ കണ്ടില്ലേ? ആ സമ്മേളനത്തിൻ്റെ പ്രകടനത്തിന് മുമ്പ് ചില ആളുകൾ പറഞ്ഞു, അവിടെ എന്തെല്ലോ നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പ്രകടനം ഇപ്പോൾ എല്ലാവരും കണ്ടതല്ലേ, പബ്ലിക്കായിട്ട് കണ്ടതാണല്ലോ. എല്ലാ പത്രങ്ങളും പറഞ്ഞു ഒരു മഹാപ്രകടനം നടന്നു. അത് ഞങ്ങൾക്കുള്ളൊരു ശേഷി കാണിച്ചാൽ മാത്രമല്ല, ആ പ്രകടനത്തിൽ വേറെ കൂടി ഉണ്ടായിരുന്നു. പ്രകടനത്തിൽ മാർച്ച് ചെയ്ത 12,250 പാർട്ടി വളണ്ടിയർമാർ, അത് ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. 85% 25 വയസ്സിൽ താഴെയാണ്. അത് നമുക്ക് നാളത്തേക്കൊരു വലിയ കരുത്താണ് ഈ ചെറുപ്പക്കാർ. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരെ ആവേശം കൊള്ളിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ അവരുടെ അഭിമാനബോധം ഉയർത്താനും കഴിഞ്ഞത് ചന്ദ്രപ്പൻ്റെ പ്രവർത്തനം. ആ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വാക്ക്, ബി ടീം. എ ടീമും ബി ടീമും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള കക്ഷികളെല്ലാം തുല്യരാ. എണ്ണത്തിൽ വലുതും ചെറുതും കാണും, സീറ്റിൽ വ്യത്യാസവും കാണും. പക്ഷെ എല്ലാവരുടെയും വാക്കുകൾക്ക് ഒരേ വിലയാണ്. എല്ലാവരും തുല്യരാ. അതിൽ എ ടീമും ബി ടീമും ഇല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും രണ്ട് പാർട്ടികളാണ്, രണ്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള പാർട്ടികളാണ്. ഈ രണ്ട് പാർട്ടികളും തമ്മിൽ പല കാര്യങ്ങളിലും നല്ല യോജിപ്പുണ്ട്, ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. ആ യോജിപ്പും വിയോജിപ്പും പറയാനുള്ള അധികാരവും നമുക്കുണ്ട്, അർഹതയുണ്ട്. നമുക്ക് അർഹതയുണ്ട് നമ്മുടെ പാർട്ടിക്ക്. നമ്മുടെ പാർട്ടിയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക, നമ്മുടെ പാർട്ടിയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാ ചന്ദ്രപ്പൻ കാണിച്ചു തന്നത്. അത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു പാരമ്പര്യം നമുക്ക് വേണ്ടേ? അതാണല്ലോ സ്വദേശാഭിമാനിൻ്റെ പാരമ്പര്യം. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങൾ കണ്ട രണ്ട് സമ്മേളനങ്ങൾ, CPIയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവും CPIയുടെ സംസ്ഥാന സമ്മേളനവും ഏകദേശം ഒരേ ദിവസങ്ങളിലാണ് നടന്നത്. CPI ആണ് ആദ്യം തീയതി പ്രഖ്യാപിച്ചത്. ഈ സമ്മേളനത്തിൽ ഉള്ള ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രയോഗം ആദ്യം ഉയർത്തിയതും CPIയുടെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? താങ്കളിപ്പോൾ പറയുന്നത് എനിക്കറിയില്ല ആർഭാടുണ്ടോ ഇല്ലെന്ന്. പക്ഷെ ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ആ കാര്യത്തിൽ കുറച്ച് മിതത്വം പാലിക്കണം. എന്തിനു മിതത്വം പാലിക്കുന്നു പറഞ്ഞാൽ അതൊരു മാതൃകയാണ്.
നമ്മളെ പുതിയ തലമുറക്കൊരു മാതൃകയാണ്. ഇപ്പം പഴയ കാലം മാതിരിയല്ലല്ലോ, നമുക്കെല്ലാ കാര്യങ്ങളും ഇപ്പം കാണാമല്ലോ, ലോകം മുഴുവൻ കാണാമല്ലോ. പഴയ കാലത്താണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും യൂറോപ്പിൽ നിന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കും. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് നടക്കുന്നു പറഞ്ഞാൽ അവർ ഉടൻ തന്നെ പറയും ഇന്ന് നടക്കുന്നതെന്ന്, അവിടെ വാൾ സ്ട്രീറ്റ് ഉണ്ട്, അവിടെ മറ്റേ ഇവർ കാണിച്ചു തരും. അപ്പം ആ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. ആധുനിക ലോകത്ത് വന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ തന്നെ വന്നിരിക്കുന്ന ഈ ബന്ധം, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനാണ്. ഇപ്പം ഞാൻ ചോദിക്കുക, തിരുവനന്തപുരത്ത് ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് ഒരു ദിവസം രാത്രി നടന്നു വരുമ്പോൾ അവിടെ കുറേ ചെറുപ്പക്കാർ മുല്ലപ്പെരിയാറിന് വേണ്ടി മെഴുകുതിരി എത്തിക്കുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയപ്പാ? സംഘടനയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? ഫേസ്ബുക്കിൽ കൂടിയുള്ള കൂട്ടായ്മയാണ്. നമ്മളെ ടെക്നോളജിയുടെ വളർച്ചയോട് കൂടി തന്നെ ചെറുപ്പക്കാരുടെ മാനസികഘടനയിൽ ഒരുപാട് മാറ്റം വന്ന്. ആ ചെറുപ്പക്കാർക്ക് പാർട്ടിയുടെ ഐഡിയോളജി കാണില്ല, പക്ഷെ അവർക്ക് ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അവരതിനെക്കുറിച്ച് വളരെ ശക്തിയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാസ് മീഡിയ എപ്പോഴും ജനങ്ങളെ അമിതമായി സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ CPI ഒരു പാർട്ടി ചാനൽ തുടങ്ങാൻ ആലോചിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാനലിന് വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനുള്ളൊരു ശേഷി ആയില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ആയില്ല. പക്ഷെ നമ്മളെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്, നമ്മളൊരു മിതമായ ഒരു ഏർപ്പാട് വേണം എന്നുള്ള ആലോചിക്കുന്നുണ്ട്. എങ്ങനെ മിതമായുള്ള ഏർപ്പാട്? നമ്മളിപ്പം ആന്ധ്രയിലും തമിഴ്നാട്ടിലുള്ള നമ്മളെ പാർട്ടി കമ്മിറ്റികൾ അതിനു വേണ്ടിയുള്ള പ്രത്യേക സ്പേസൊക്കെ അവരെ ബിൽഡിങ്ങിൽ എഴുതിത്തരുന്നുണ്ട്, ഇത് ഈ മീഡിയേൻ്റെ ഏർപ്പാടിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ആലോചിക്കുമ്പോൾ അവരെ കൂടെ നമ്മുടെ കേരളത്തിലെ പാർട്ടിയും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ നമ്മൾ നോക്കും. ഫുട്ബോളിനോടുള്ള അമിതമായ ആവേശം. കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബിലെ സെവൻസ് ക്ലബ്ബിലെ ഫോർവേഡ് കളിക്കാരൻ പിന്നീട് ഫുട്ബോൾ അവലോകനങ്ങൾ എഴുതി ആകാശവാണിയിൽ നിരീക്ഷണങ്ങൾ നടത്തി ലോകകപ്പ് ചരിത്രത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ഈ അടുത്ത കാലത്ത് ചാർജ് ഏറ്റെടുത്തപ്പോൾ സെക്രട്ടറിയായി ചുമതലയേറ്റപ്പോൾ പറഞ്ഞു, ഇനി CPIയെ ഫുട്ബോൾ പോലെ തട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന്. അല്ല, ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു കായിക രംഗമാണ്. ലോക ജനസംഖ്യയിൽ തന്നെ ഏതാണ്ട് 30 കോടിയോളം വരുന്ന ആളുകൾ ഫുട്ബോൾ കളിക്കാരാണ്. അത് ലോക ചരിത്രമാണ്. അപ്പം ഞാനൊരു ഫുട്ബോളിൻ്റെ മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് ആ GV രാജൊക്കെ കമൻട്രി പറഞ്ഞത്. അപ്പം ഈ ഫുട്ബോളുമായിട്ട് എനിക്ക് ഉള്ളൊരു ബന്ധം, ആ ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ ബന്ധം. ഇപ്പോൾ പാർട്ടി ഭിന്നിച്ചപ്പോൾ നമ്മളെവിടെയൊക്കെ നമ്മൾ വളരെ ചെറിയ പാർട്ടിയല്ലേ, നമുക്ക് ആളുകൾ വളരെ കുറവാണല്ലോ. CPMൻ്റെ ആളുകളെ ഈ ഇത്രമാത്രം CPMൻ്റെ ആളുകൾ അവരും ഞാനുമായിട്ട് വളരെ സ്നേഹമാണ്. ഭിന്നിച്ച് 2 തട്ടിൽ നിൽക്കുമ്പം പരസ്പരം അപവാദങ്ങൾ പറയുമ്പോൾ സ്നേഹമാണ്. അതിന് കാരണം ഫുട്ബോളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ ഫുട്ബോളിൻ്റെ കൂട്ടായ്മ, അന്ന് ലക്കി സ്റ്റാർ, സ്പിറ്റഡ്യൂസ്, ബ്രദേഴ്സ്, ജിംഖാന, ഈ 4 ടീമുകളാണ് പ്രധാനം. ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മോഹൻ ബാഗിനെ തോപ്പിച്ച ടീമാണ്. അപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഈ ഫുട്ബോൾ ടീമുകളുടെ കൂടിയാണ്. അതിൽ ലക്കി സ്റ്റാറിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPMകാരുണ്ട്, മറ്റെല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരുണ്ട്. രാഷ്ട്രീയമില്ലല്ലോ ഇത്. നിങ്ങൾ പന്തും കൊണ്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ആ പന്ത് കൊണ്ട് പോകുന്നയാളെ നമ്മൾ നോക്കിയിട്ട് അയാളെ കാലുകളുടെ ചലനവും അയാളുടെ ആ വേഗതയും അയാളുടെ ഷൂട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമല്ലേ, അതാരും നോക്കുമോ? അപ്പം അതുപോലെയുള്ളൊരു ബന്ധമായിരുന്നു അവിടെ. പക്ഷെ ആ പ്രസ്താവനയിലൂടെ ആർക്കാണ് മറുപടി നൽകിയത്? CPI ഇനി ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയില്ല എന്ന് പറയുന്നതിലൂടെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഇത് ഫിയറ്റുകാർക്കുള്ള ഒരാളേ ഉള്ളൂ, ഇതിലാളില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളുണ്ടല്ലോ. അവർക്കുള്ള ആ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, ഇനി നമ്മളെ അങ്ങനെ തട്ടിക്കളിക്കാൻ പറ്റില്ല, നമ്മൾ കാണിച്ച് നമ്മളെന്താന്ന്. ഈ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ, ഇതുവരെ നരി വരുന്നു എന്നല്ല പറഞ്ഞത്, ഇപ്പം ബോധ്യമായല്ലോ. അപ്പം നിങ്ങൾ പഴയതുപോലെ നിങ്ങൾ നമ്മളെ മേക്കിട്ട് കയറാൻ നോക്കണ്ട. നമുക്ക് ഒരു സ്വന്തം അസ്തിത്വമുണ്ട്, നമുക്കതിനുള്ള കരുത്തുണ്ട്. അത് നമ്മൾ അഹംഭാവത്തോട് പറയില്ല, നമ്മൾ വിനയത്തോട് പറയുന്നത്. നമുക്കുള്ള ബലം, ആ ബലമെന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് തൊഴിലാളികൾ, പാവപ്പെട്ടവർ പോരാടി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടുള്ളതാണ്. മറ്റ് പണക്കാരതല്ല, ഇത് പാവപ്പെട്ടവൻ്റെയാണ്. ആ പാവപ്പെട്ടവൻ്റെ നന്മയുടെ ബലമാണ് ഈ ബലം. ആ നന്മയുടെ ബലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഈ ചെങ്കൊടി, ആ ചെങ്കൊടിയുടെ മാനം കാക്കാൻ അവരെല്ലാവരും ഒരുമിച്ച് വരുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപിച്ച് ഈ പ്രസ്ഥാനത്തിന് നേരെ ആരും കണ്ണുരുട്ടിയാലൊന്നും ഇനി ഈ പ്രസ്ഥാനം പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ഫുട്ബോൾ തട്ടുപോലെ തട്ടാൻ പറ്റില്ല എന്ന്. ഈ CPM തമ്മിലുള്ള ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെയോ അതിൻ്റെ ഒരു പ്രവർത്തന മികവിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ബാധിക്കാനിടയില്ല. കാരണം ഞങ്ങൾ 2 പാർട്ടികൾക്ക് ലക്ഷ്യം ഒന്നാണ്. ആ ലക്ഷ്യം രാജ്യത്തിലെ അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ മോചനത്തിനുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ പോകുമ്പോൾ എന്തിനാണ് നമ്മൾ വലിയ തർക്കങ്ങൾ? ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണും, സ്വാഭാവികമായ 2 സുഹൃത്തുക്കളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ചിലത് കാണില്ലേ.
അത് ജീവിതകാലം മുഴുവനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അല്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും നിങ്ങൾ ആത്യന്തികമായിട്ടില്ല, അങ്ങനെ നിൽക്കാനും കഴിയില്ല. കാരണം രണ്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് ലോകത്തിലാകമാനം. ഇപ്പം ഈ ലോകത്തിലെ പൊതുപ്രശ്നങ്ങൾക്ക് ഇപ്പം കുഴപ്പത്തിൽ നിന്ന് മുതലാളിത്തം കുഴപ്പത്തിൽ നട്ടം തിരിയുമ്പം മുതലാളിത്ത സാമ്പത്തിക വിദഗ്ധന്മാർ എന്നെ ഇപ്പോൾ പറയുന്നത് എന്താ, നിങ്ങൾ നോക്ക് മാർക്സിനെ എന്തുകൊണ്ട് സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പം പിന്നെ ജർമ്മനിയിലെ ഏറ്റവും പ്രമുഖനായ പ്രൊഫസർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാർക്സിനെ എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നാണ്. മാർക്സ് എന്ന് പറയുന്നത് ലോക ജനതയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഇതിഹാസ പുരുഷനായി ഇപ്പോൾ നിൽക്കുക. കാരണം എന്താ, ഈ സംഭവം തന്നെ ഈ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കോട്ടക്കൊത്തളങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ തകർച്ചയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒരു വഴി തേടുമ്പോൾ മുതലാളിത്ത തത്വശാസ്ത്രന്മാർ തന്നെ എന്താ വഴി എന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, മൂലധനം. അങ്ങനെയാണെങ്കിൽ CPM-ഉം തമ്മിലുള്ള ഒരു കൂടുതൽ അടുത്തൊരു ബന്ധം അല്ലെങ്കിൽ ഒരു ലയനം അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ലയനം എന്ന് പറയുന്നത് നമ്മുടെ അജണ്ടയിലല്ല, പുനരേകീകരണം എന്നാണ്. അത് പറഞ്ഞ ലയനമായതാ. പുനരേകീകരണമാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം. പക്ഷെ അത് നാളെ അല്ല, പുനരേകീകരണത്തിൽ ഒരുപാട് കാലം പിടിക്കും. കാരണം എന്താ, എന്നാലും അത് എത്രത്തോളം അടുത്താണ്? എത്രത്തോളം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടികൾ നമ്മൾ യോജിച്ച പ്രവർത്തനത്തിന് കൂടുതൽ അടുത്തെടുത്ത് വരുന്നത് എന്നല്ലാതെ പുനരേകീകരണം എന്ന് പറയുന്നത് ഒരുപാട് അകലത്തിലാണ്. നമ്മളെത്തും, പക്ഷെ എത്താൻ കുറച്ച് കാലം പിടിക്കും. എങ്ങനെയാണ് കാലം പിടിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ രാജ്യത്തിൻ്റെ പൊതുവായ ജനങ്ങളുടെ അവകാശങ്ങൾക്കുള്ള ധീരമായ പോരാട്ടത്തിൽ ഒരുമിച്ച് പോരാടുമ്പം അടികൊണ്ട് ഇടികൊണ്ട് ജയിലിൽ പോയി തിക്താനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒന്നാവും. അതിൽ തർക്കമൊന്നുമില്ല. ഒരുമിച്ച് പോകുമെന്ന കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയത് സഖാവ് CK ചന്ദ്രപ്പൻ്റെ പിൻഗാമിയായി. 2005 സഖാവ് PKയുടെ പിൻഗാമിയായി താങ്കൾ ലോക്സഭയിലെത്തി. പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായി കിട്ടുന്ന ചില സന്ദർഭങ്ങളിലൊന്നാണ് അന്നുണ്ടായ ചില പിന്തുണകൾ. K കരുണാകരൻ്റെ DICയുടെ പിന്തുണയോടുകൂടി ലോക്സഭയിലെത്തുന്നു. K കരുണാകരനുമായിട്ട് ലഡ്ഡു നുണയുന്ന ചിത്രം ഒരുപക്ഷെ അന്ന് ആ ചിത്രം ചരിത്രം തന്നെയാണ് എന്ന് നമുക്ക് വേണം പറയാം. അപൂർവമായ ചിത്രങ്ങളിലൊന്നും. ആ കാലഘട്ടത്തെ എങ്ങനെ കാണും? അതൊക്കെ സത്യമാണ്. ഞാൻ ഒരിക്കലും അതൊന്നും തള്ളിപ്പറയുന്ന കൂട്ടത്തിലല്ല. K കരുണാകരൻ അന്ന് കോൺഗ്രസുമായി മാറി നിൽക്കുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് ഇടതുപക്ഷത്തെ സഹായിക്കുന്നു. ആ സഹായത്തിൻ്റെ ഗുണം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാനാണല്ലോ സ്ഥാനാർത്ഥി, പ്രതീകമായി ഞങ്ങൾ കിട്ടുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അന്ന് ജയിച്ചപ്പം കരുണാകരൻ ലഡു തന്ന്, ആ ലഡു ഞാൻ കഴിച്ചാൽ അതൊരിക്കലും ലഡു തന്നതിൻ്റെ മധുരം വിഷമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നന്ദിയില്ലായ്മയൊന്നും നമ്മൾ കാട്ടില്ല. നന്ദിയില്ലായ്മ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് നല്ലതല്ല. ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാന്യതയുണ്ട്. ആ മാന്യതയ്ക്ക് മുഖം മൂടിയില്ല. മാന്യത പച്ചയായ മാന്യതയാണ്. അത് ഇന്നും കാണിക്കുന്നുണ്ട്. ഞാൻ മരിക്കുന്നവരെ കരുണാകരജിയുമായിട്ട് ഞാൻ വളരെ അടുപ്പായിരുന്നല്ലോ. മരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ. നമ്മൾ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ആ മനുഷ്യ സ്നേഹത്തിന് പിന്നെ ഒരു അതിർത്തി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഭിത്തി കെട്ടി മനുഷ്യ സ്നേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. അത് ശരിയല്ല. ലോക്സഭയിലുണ്ടായിരുന്ന ചെറിയ കാലയളവിൽ അങ്ങ് ലോക്സഭയിൽ ഒട്ടേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷെ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ താങ്കളുടെ നീളൻ മുടിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 74 പോലീസിനെതിരെയുള്ള ഒരു സമരാഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുടി നീട്ടി വളർത്താൻ തുടങ്ങിയത്. 76 എമർജൻസിൻ്റെ പീരീഡ്. ഞങ്ങളുടെ പാർട്ടി എമർജൻസിക്ക് അനുകൂലം വന്ന പാർട്ടിയാണ്. പക്ഷെ നമ്മൾ ചെറുപ്പക്കാർ, ഞാൻ AYF, ഞങ്ങൾ എമർജൻസിക്ക് പിന്നെ മാനസികമായിട്ട് എതിരായിരുന്നു. മാത്രമല്ല സഞ്ജയ് ഗാന്ധിയുടെ 5 പരിപാടി വന്നപ്പോൾ അതിനെതിരെ നമ്മൾ സമരത്തിലായിരുന്നു. അപ്പോൾ എമർജൻസിക്ക് മാനസികമായിട്ടാണെങ്കിലും പാർട്ടി തീരുമാനമനുസരിച്ച് ഞങ്ങൾ എമർജൻസിൻ്റെ കൂടെയാണ്. ആ സമയത്താണ് നമ്മൾ അവിടെ ഒരു പോലീസ് SI വന്നത്. അയാളിങ്ങനെ കപ്പട മീശ, ഒരു വലിയ ഭീകരൻ. അദ്ദേഹം പുലി, സാക്ഷാൽ പുലിയാണ്. നാട്ടിൽ ചെറുപ്പക്കാർ മുഴുവൻ പറയും പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അന്ന് ചെറുപ്പക്കാരൊരു ഫാഷനായി മുടി നീട്ടുന്നത്. ആ ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സെൻറ്ററിൽ നിന്ന് മുടി വെട്ടും. അപ്പോൾ അവൻ്റെ സൗന്ദര്യം മുഴുവൻ പോയി, മൊട്ടയടിക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എതിർക്കാൻ വേണ്ടി ഒരു വഴിയില്ല. പ്രകടനം നടത്താൻ പറ്റില്ല, പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഞാൻ സ്വയം തീരുമാനിച്ച് മഹാത്മാഗാന്ധിയുടെ ഒരു മോഡൽ, ഞാൻ ഗാന്ധിയെ ഏറ്റവും അധികം ആരാധിക്കുന്ന ആളാണ്, ഗാന്ധിയുടെ മോഡൽ. മഹാത്മാഗാന്ധിയെ പോലെ ഞാൻ വിചാരിച്ച് സ്വയം ഒരു സഹന സമരം തുടങ്ങിയാലെന്താ, എൻ്റെ മുടി നീട്ടാൻ തീരുമാനിച്ചു. 3 മാസം കൊണ്ട് നീണ്ടു വന്ന്. അപ്പോൾ ഞാൻ കണ്ണൂർ ടൗണിലോട്ട് നടന്നു വരുമ്പം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം SI ഒറ്റക്ക്, അടിയന്തരാവസ്ഥ കാലത്താന്ന് വെച്ചോ, SI ഒറ്റക്ക് വണ്ടി ഓടിച്ച് വരുന്നു, ജീപ്പ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി ജീപ്പ് ചവിട്ടി നിർത്തി, റിവേഴ്സ് എടുത്ത് എൻ്റെ അടുത്ത് നിർത്തി. എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കി. പറഞ്ഞു, ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഒഴിവാക്കിയതാ.
അപ്പോൾ അന്ന് ഞാൻ ഒരു സാധാരണഗതിയിൽ ഇതുപോലുള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ മുടി വെട്ടുന്നൊരു പോലീസ് ഓഫീസറായിരിക്കണം. ചിരിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം രൂക്ഷമായി നോക്കി വണ്ടി കൊണ്ടുപോയി. വേറെ സംഭവം ഉണ്ടായില്ല. അത് മുതൽ തുടരുക. അപ്പോൾ ഒരു തവണ നമ്മൾ AK ആൻ്റണി എന്നെ കാണുമ്പോൾ എപ്പം പറയും മുടി ഞാൻ വെട്ടുന്നു. അപ്പോൾ AK ആൻ്റണിയും പിന്നെ സോണിയാഗാന്ധിയും ഞാനും ഇവിടെ MP ആയിരിക്കും ഒരു പരിപാടിയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുടി ഞാൻ വിട്ടു. അപ്പോൾ സോണിയ പറഞ്ഞു നോ അദ്ദേഹത്തിന് മുടി വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ സോണിയാഗാന്ധി നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹമല്ലേ, രാഷ്ട്രീയം വേറെ മനുഷ്യ സ്നേഹം വേറെയല്ലേ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിലനിൽക്കുന്നത്. പാർലമെൻറ്റിലെത്തിയപ്പോൾ എല്ലാ പാർട്ടിക്കാരുമായിട്ടും ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനൊരു കാരണം മുടി കൂടിയാണ്. പക്ഷേ മുടിക്ക് വേറൊരു ഗുണമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഈ മുടി എന്ന് പറയുന്ന അലങ്കാരം മാത്രമല്ല, ഈ മുടി സഹന ശക്തിക്കൊരു കാരണം കൂടിയാണ്. എന്തും സഹിക്കാനും എന്തും വന്നാലും നേരിടാനുള്ള കരുത്ത് മുടി കൊണ്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ചുവട്ട് പോയി നിൽക്കുന്നില്ലേ, അപ്പോൾ നമ്മളെ മനസ്സിനും ശരീരത്തിനും ആകെ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നില്ല. അതുപോലെ ഈ മുടി താങ്കളൊന്ന് മുടി വെച്ച് നോക്കാം, അന്നേരം നിങ്ങൾക്കറിയാം. ഇപ്പം സ്ത്രീകളുടെ ഏറ്റവും വലിയ കരുത്ത മുടിയാണ്. ഈ മുടി ഒരു നീട്ടി വളർത്തിയ സൗഹൃദമാണ് എന്നെങ്കിലും ചിലരെങ്കിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അത് സഹനത്തിൻ്റെ കൂടെ ശക്തിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ യാത്രക്കിടയിൽ രാത്രി ഒരു കന്യാസ്ത്രീ എനിക്കൊരു കത്ത് തന്നു. ആ കത്തിൽ അവർ എഴുതിയിരിക്കുന്നത്, സാർ ഈ മുടിയാണ് ചർച്ച തെരഞ്ഞെടുപ്പിൽ, സാർ ഈ മുടി വെട്ടരുത്, ഈ മുടിയാണ് സാറിൻ്റെ കരുത്ത്. ബൈബിളിൽ സാംസൺ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, അതിൻ്റെ കരുത്ത് മുടിയാണ്, അതുകൊണ്ട് മുടി വെട്ടരുത്. അതാ സഹോദരി പറഞ്ഞാൽ വളരെ ശരിയാണ്. മുടി എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും, എത്ര വിഷമം പിടിച്ച പ്രശ്നം വരുമ്പം എനിക്കൊരു ചാഞ്ചാട്ടമില്ല. കാരണം എന്താ, മുടി കൂടിയാണ്. ഈ പാർട്ടി സെക്രട്ടറി പദവിയിൽ ഈ നീണ്ട മുടി, ഈ നീണ്ട സൗഹൃദം, അത് സഹനത്തിൻ്റെതായി മാറുമോ കരുത്തിൻ്റെതായി മാറുമോ? രണ്ടും, കരുത്തിൻ്റെയും സഹനത്തിൻ്റെയോ. സഹനമുള്ള ആളുകൾക്ക് കരുത്തും ഉണ്ടാവും. രണ്ടും വേണം, കരുത്തും സഹനവും വേണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നൊരു വലിയ കടമയാണ് പ്രസ്ഥാനം. ആ കടമ നിർവഹിക്കാൻ സഹനശക്തിയും വേണം, അതിന് കരുത്തും വേണം. അങ്ങനെ കരുത്തുള്ള ഒരു പാർട്ടിയെ, ഒരു ശക്തമായ പാർട്ടിയെ കേരളത്തിൽ വളർത്തിയെടുക്കാനുള്ള സജീവമായ പ്രവർത്തനത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഇത് രണ്ടും കാര്യമാണ്. ഈ നീട്ടി വളർത്തിയ സൗഹൃദം ഇതൊരു വളരെ കരുത്തോടുകൂടി ഒപ്പം സഹനത്തോടും കൂടി ഈ പാർട്ടിയുടെ ഏൽപ്പിച്ച പദവി മുമ്പോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് കരുത്താകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് വന്നതിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിൽ സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി.